ഗൈസ്, അപ്പം നമ്മളെല്ലാവരും ഒരു പുതിയ കൊല്ലം തുടങ്ങുന്നത് ന്യൂ ഇയർ പ്ലാൻസോടെയും റെസൊല്യൂഷൻസോടെയൊക്കെ ആയിരിക്കുമല്ലോ. ആൻഡ് നമ്മളിങ്ങനെ കൊല്ലം തുടങ്ങി നമ്മളിങ്ങനെ പയ്യെ പയ്യെ പോകുമ്പോൾ അതിങ്ങനെ കുറച്ച് താന്ന് പോകുന്നതായിട്ട് തോന്നാറുണ്ടോ? ആൻഡ് ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഒക്കെ ആകുമ്പോഴേക്കും ഏത് റെസൊല്യൂഷൻ എന്ന മട്ടായി പോകാറുണ്ടോ? എന്നിട്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ അടുത്ത കൊല്ലത്തിലേക്ക് നമ്മൾ ഈ സാധനങ്ങളൊക്കെ അങ്ങ് തള്ളി വെക്കുമല്ലോ. അതായത് 2026 ഈ എൻ്റെ കൊല്ലം, കഴിഞ്ഞ പോലെ 2025 എൻ്റെ കൊല്ലം എന്നുള്ളതായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ കൊല്ലം അവസാനമാകുമ്പോഴേക്കും എന്തായാലും കഴിഞ്ഞു, ഇനി അടുത്ത കൊല്ലം എന്നോർത്തിങ്ങനെ മാറ്റി മാറ്റി വെക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാറ്റി പിടിക്കാം. അതായത് ഇന്നിപ്പോൾ ഡിസംബർ 1, 30-day ചലഞ്ച് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മേക്കിംഗ് ദി ബെസ്റ്റ് യൂസ് ഓഫ് ദി ടൈം ദാറ്റ് വി ഹാവ് ലെഫ്റ്റ് എന്നുള്ളതാണ് എൻ്റെ ഇത്തവണത്തെ ഒരു കോൺസെപ്റ്റ്. അതായത് നമ്മൾ ഒരു ഈ 30 ദിവസം നമുക്ക് ഏറ്റവും പറ്റാവുന്ന ബെസ്റ്റായിട്ട് ഉപയോഗിക്കുക. അതായത് നമ്മൾ 2026 നമ്മൾ എല്ലാ എഫേർട്ടും ഇട്ട് അങ്ങ് തുടങ്ങുമെന്ന് ഓർത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ലിഷർ ടൈം പോലെ നമ്മുടെ സമയം കളയാണ്ട് ഈ ഉള്ള ടൈമിനെ നമ്മൾ വൃത്തിക്ക് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റ്. അതായത് ഒരു 20 ഗോൾസ്, 10 ഗോൾസ് ഇതൊക്കെ കുത്തിക്കയറ്റി നമ്മൾ ഈ 30 ദിവസം ഞാൻ എല്ലാ ദിവസവും ഈ 5 കാര്യം ചെയ്യും അല്ലെങ്കിൽ 10 കാര്യം ചെയ്യും, അങ്ങനെയല്ല. നമ്മൾ ഈ ഒരു കൊല്ലം ഫുൾ നമ്മൾ ഒരു പ്ലാൻ അവിടെ ഇരിക്കില്ല, മിക്കവാറും നമുക്കൊരു 7-8 പ്ലാനെങ്കിലും ഉണ്ടാകുമല്ലോ. അല്ലെങ്കിൽ ഒരു 2-3 കാര്യങ്ങളെങ്കിലും ഞാൻ എല്ലാ ദിവസവും ചെയ്യും എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ കൊല്ലം തുടങ്ങിയിട്ടുണ്ടാവുക. അതിൽ നമുക്ക് ചെയ്യണം എന്നുണ്ടായിട്ട് നമ്മൾ ചെയ്യാഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു കാര്യം ഈ 30 ദിവസം, അതും എല്ലാ ദിവസവും ചെയ്യുന്ന രീതിയിലുള്ള കാര്യം ആവണമെന്ന് പോലും ഇല്ല. ഇപ്പം മേ ബി നിങ്ങൾക്ക് ഒരു ബുക്ക് വായിച്ചെടുക്കേണ്ടായിരുന്നു, പക്ഷേ നിങ്ങളിപ്പോൾ കുറേ കാലമായിട്ട് വായിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരാളാണ് നിങ്ങൾക്കൊരു ബുക്ക് വായിച്ചെടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊരു വലിയ കാര്യമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുക ഈ 30 ദിവസത്തിൽ. ദാറ്റ് ഇസ് സംതിങ് ന്യൂ ദാറ്റ് യു ഡിഡ്. അത് ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ എന്തോ ആകാം. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്ന് വെച്ചോ, നിങ്ങൾ പയ്യെ 30 ദിവസത്തിൽ നിങ്ങൾ അതിനുള്ള ആ ഒരു സാധനം പുറത്തേക്കെടുത്ത് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു, എവിടെയെങ്കിലും പോകാനുണ്ടായിരുന്നു, എന്തോ ആയിക്കോട്ടെ, അതിനൊരു ലിമിറ്റും ഇല്ല. അതിപ്പോൾ നിങ്ങളുടെ ഒരു ഗോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ടായിരുന്നു അങ്ങനത്തെ ഏതെങ്കിലും ഒരു കാര്യം. ഇപ്പം ഞാൻ എന്ന് വെക്കുന്നത് ഒരു 30-day ചലഞ്ച് പോലത്തെ ഒരു പരിപാടി ഞാൻ ചെയ്യാൻ വെക്കുന്നു. അതായത് എനിക്കെൻ്റെ വയർ കുറച്ച് കുറയ്ക്കണം എന്നുണ്ടായിരുന്നു, അത് ഞാൻ ഉദ്ദേശിച്ച പോലെ അങ്ങ് നടന്നില്ല. സോ ഞാൻ ഓർത്തു ഈ 30 ദിവസം മാക്സിമം എഫേർട്ട് അതിലേക്കൊന്നിട്ട് നോക്കാം. അപ്പോൾ എൻ്റെ 30 ദിവസം സാധനം എൻ്റെ വയർ കുറയ്ക്കുക എന്ന് പറയുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം ചൂസ് ചെയ്യാം. പക്ഷേ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ആദ്യം നമുക്ക് നമ്മുടെ 2025 നമ്മൾ എന്താ ചെയ്തത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ സാധനം ചൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇന്ന് ആലോചിച്ച് ഞാൻ എന്താണ് എൻ്റെ സാധനമെന്ന് ഞാൻ എത്തിപ്പെടാൻ കാരണം ഞാൻ റിഫ്ലക്റ്റ് ചെയ്തതാണ്. നമ്മൾ 2025 നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചു, നമ്മളതിൽ എന്തൊക്കെ ചെയ്തു, നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല, നമുക്ക് ഇനി എന്ത് ചെയ്യാം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതാണ് ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. നമ്മളെ തന്നെ മാർക്കിടുക. നീ ഇത്ര കാര്യത്തിൽ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തില്ല, ഇതുകൊണ്ടാണ് നീ ചെയ്യാഞ്ഞത്, ഓക്കെ എന്നാൽ ഇനി ഇങ്ങനെ ചെയ്താൽ നിനക്കത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പരിപാടി. സോ സ്വന്തമായിട്ട് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതായത് നമ്മൾ നമ്മുടെ കുറ്റം അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാലേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് അനാലിസിസ് അതിപ്പോൾ ഏത് കാര്യത്തിലായിക്കോട്ടെ നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. 2, ഈ റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സാധനം ചൂസ് ചെയ്യുക. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തല്ലോ, നിങ്ങളും ചൂസ് ചെയ്യുക. ആൻഡ് ഈ 30 days, അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാവണം എന്നില്ല, ബട്ട് ഡിസംബറിലേക്ക് ഒരു സാധനം അത് ചൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ഇനി ഭാവിയിലേക്കുള്ളൊരു റിഫ്ലക്ഷൻ, അതായത് നമ്മൾ ഇങ്ങനൊരു കാര്യം ചെയ്യാമെന്ന് മാത്രമല്ല, നമ്മൾ 2026 അൾട്ടിമേറ്റ്ലി റെഡി ആവുക എന്ന് പറയുന്നൊരു പ്ലാൻ. അതായത് നമുക്ക് മെൻ്റലി പ്രിപ്പയർഡ് ആവില്ല. അതായത് ജനുവരി 1 ഞാൻ നന്നാവുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഉള്ള എൻ്റെ ലൈഫിൻ്റെ നേരെ ഭയങ്കരമായ ഡ്രാസ്റ്റിക്കൽ ഡിഫറൻസ് ഉള്ളൊരു സാധനം ജനുവരി 1 അങ്ങ് തുടങ്ങിയാൽ ആ തുടക്കത്തിൻ്റെ ഒരു ആവേശം കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. അതായത് ഞാനിപ്പോൾ എല്ലാ ദിവസവും 11 മണിക്ക് എണീക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും. ഞാൻ പെട്ടെന്ന് സുപ്രഭാതത്തിൽ രാവിലെ 4 മണിക്ക് എണീക്കാൻ തുടങ്ങി എൻ്റെ കംപ്ലീറ്റ് സർക്കിളും ഒറ്റ ദിവസം അങ്ങ് തെറ്റുക. അങ്ങനെ അങ്ങ് ചെയ്യാൻ പറ്റാത്ത ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് നമ്മളെ കുറച്ചുകൂടെ ഒന്ന് എന്തൊരു വാമപ്പ് പോലെ നമുക്ക് കൊടുത്തു തുടങ്ങാം. നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് നമുക്ക് എന്താ പറയുക, അത് നമുക്ക് തന്നെ ഒരു പുഷ് നമ്മൾ കൊടുക്കില്ലേ, അത് നിങ്ങൾക്ക് ഇനി പിന്നെ അതുപോലെ തന്നെ നമ്മൾ തിരിച്ചും റിഫ്ലക്റ്റ് ചെയ്യുക. 2026 വേണ്ടി ചുമ്മാ അങ്ങ് തോന്നിയ വഴിക്ക് ഞാൻ ഇന്നത് ചെയ്യും, മറ്റത് ചെയ്യും, മറ്റത് ചെയ്യും എന്ന് തോന്നിയ വഴിക്ക് അങ്ങ് റെസൊല്യൂഷൻ എടുക്കാണ്ട് ഓരോ റെസൊല്യൂഷനും നമ്മൾ
എന്ത് ചെയ്യാം, അതെങ്ങനെ ചെയ്യാം, അതായത് നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം. നമ്മളിടുന്ന ഓരോ റെസൊല്യൂഷനും നമുക്ക് എങ്ങനെ ചെയ്യാം, അതായത് നമുക്ക് ഏത് സാധനത്തിനും നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. നമുക്കൊരു ചെയ്യാൻ പറ്റുന്ന സാധനമാണോ, ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മളത് ഏത് രീതിയിൽ ചെയ്യും, നമ്മൾ എങ്ങനെ ചെയ്യും, നമ്മൾ അതിന് വേണ്ടി എന്താ, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അതായത് ഞാൻ റാൻഡമായിട്ട് ഞാൻ നാളെ ചൊവ്വേ പോകും ഓക്കെ എന്നും പറഞ്ഞ് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ചൊവ്വേ പോകാൻ പോകുന്നില്ലല്ലോ. സോ ഓഫ് കോഴ്സ് നമ്മൾ അതിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചുമ്മാ പ്ലാൻ ഇട്ടാൽ മാത്രം പോരാ, അതിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതുണ്ട്. പിന്നെ 2026 നമുക്കൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കാം. ഡിസംബർ ആണല്ലോ, നമ്മൾ അൾട്ടിമേറ്റ്ലി ഇതിലേക്കൊക്കെ എത്തേണ്ട സമയം ഇതാണ്. ആൻഡ് ഞാൻ വിഷൻ ബോർഡിലൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അതായത് ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഞാൻ ഇത്തവണ വിഷൻ ബോർഡ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അതിനകത്ത് പല കാര്യങ്ങളുണ്ടല്ലോ. അതിൽ ഒരു കാര്യമായിരുന്നു എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ 100K ഫോളോവേഴ്സ് വേണം എന്നുള്ളത്. എനിക്ക് നവംബർ 17 എങ്ങാണ്ടും എനിക്കുള്ളത് 18K ഫോളോവേഴ്സാണ്. എനിക്ക് ഇന്ന് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിന് ഒരു 3/4 മണിക്കൂർ മുന്നേ എനിക്ക് 80K ഫോളോവേഴ്സായി. ആൻഡ് ദാറ്റ് ഈസ് എ ഭയങ്കര എന്താ പറയുക, അത്ഭുതം തോന്നുന്ന കാര്യം. അത് നവംബർ 17 എനിക്ക് 18K ഫോളോവേഴ്സേ ഉള്ളൂ. ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ, അത് 2 ആഴ്ച തികഞ്ഞിട്ടില്ല, അതിനുള്ളിൽ 18 കിടന്ന ഞാൻ 80 എന്ന് പറയുന്നത് എൻ്റെ വിഷൻ ബോർഡ് കം ട്രൂ ആണ്. അത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് ഞാൻ പണിയെടുത്തിട്ടുണ്ട്. പണിയെടുക്കാണ്ട് ഒരു സാധനം വരാൻ പോകുന്നില്ല. പക്ഷേ ഈ നവംബർ അവസാനമൊക്കെ ആയപ്പോഴേക്കും കൊല്ലം തുടക്കത്തിലിട്ട സാധനമാണല്ലോ. സോ നമ്മൾ ഒരിക്കലും എത്തും എന്ന് ഒരു അവസാനമായിട്ടൊന്നും അനങ്ങാത്തപ്പോഴേക്കും എത്തൂല്ലേ എന്നൊരു സെൽഫ് ഡൗട്ടൊക്കെ ചെറുതായിട്ടൊന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇവിടെ ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഇട്ടപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ കളിയാക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് സീരിയസ് ആയിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ച് താഴ്ത്തിയല്ല, എന്നാലും കല്ലപ്പ ഒരു 20-30 പോരെ. ആ സമയത്ത് ഇത് ഞാൻ ഇരുന്ന സമയത്ത് എനിക്ക് 5000-6000 എന്തോ ഫോളോവേഴ്സ് ഉള്ളൂ. 100K ഒക്കെ വേണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി എൻ്റെ ഇവിടെ ഒട്ടിച്ച് വെച്ചേക്കുന്ന വിഷൻ ബോർഡാണ്. കാണിക്കാൻ പറ്റുമല്ലോ, വെയിറ്റ്, ഇത് കണ്ടോ ഈ സാധനം. അപ്പോൾ അതുകൊണ്ടൊരു വിഷൻ ബോർഡ് സെറ്റാക്കുക. സോ അറ്റ് ദിസ് പോയിന്റ് വിഷൻ ബോർഡിനെ ഞാൻ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക, നിങ്ങൾ ലൈഫിലുള്ള എല്ലാ കാര്യത്തിനും നിങ്ങൾ ഉള്ളിൽ താങ്ക്ഫുൾ ആവുക. ആൻഡ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇപ്പോൾ കുറച്ചധികം നാളായിട്ട്, അതായത് 2-3 മാസമായിട്ട് ഞാൻ മാജിക് എന്ന് പറഞ്ഞൊരു ബുക്ക് എൻ്റെ പ്രൊഫൈലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ബുക്ക് അനുസരിച്ച് ഞാൻ മാനിഫെസ്റ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ ഞാനത് റെക്കമെൻഡ് ചെയ്തു എന്ന് ഞാൻ പറയാം. അപ്പോൾ നിങ്ങളും അതൊക്കെ ചെയ്യുക. പിന്നെ ഈ 2026 ഈ 10-300 ഗോൾ ചുറ്റടിക്ക് കുത്തിക്കത്തുന്നത് പോലെ ചെയ്യാതിരിക്കുക. പ്ലാൻ ചെയ്ത് മാത്രം ഗോൾ ഉണ്ടാക്കുന്നതിൽ ഒരു ഗോളുണ്ടല്ലോ, ഒരു ഗോൾ നമ്മൾ കുറച്ച് അധികം ഫോക്കസ് ചെയ്യുക. അതായത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്കൊരു സാധനം ഇമ്പോസും ചെയ്യാണ്ട് നമ്മൾ ഫിക്സ് ചെയ്ത പോലെ ഒരു സാധനം 2026 ഫിക്സ് ചെയ്യുക. ആൻഡ് ബാക്കി ഏതൊക്കെ സാധനത്തിൽ നിങ്ങൾ തെന്നിപ്പോയാലും ഈ ഒരു സാധനത്തിൽ നിന്ന് നിങ്ങൾ തെന്നിപ്പോകാതിരിക്കാൻ നിങ്ങളെ തന്നെ പ്രഷർ ചെയ്യുക. നമുക്കൊരു 5 സാധനം ഉണ്ടെങ്കിൽ 5 സാധനം ചെയ്യാൻ നോക്കുക. പക്ഷെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് സാധനം പാളുന്നു എന്ന് കണ്ടാലും നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന ഒറ്റ സാധനത്തിൽ നിന്ന് നമ്മൾ ഒരു തരത്തിലും പാളാൻ പാടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ഡിസംബർ ഭയങ്കര അടിപൊളിയാക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഡിസംബർ 1 ആണല്ലോ ഇട്ടത്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് മേ ബി ഡിസംബർ 6 7 15 ആവാം. പക്ഷേ നിങ്ങൾ എന്നാണോ കാണുന്നത് അന്ന് തൊട്ട് ഉള്ളത് ദിവസം ഉപയോഗിക്കാതെ. ഇപ്പോൾ 2 ദിവസം ഉള്ളെങ്കിൽ പോലും നമുക്ക് 2 ദിവസം വേണമെങ്കിൽ നമുക്ക് മാക്സിമം ഉപയോഗിക്കാമല്ലോ. നമ്മളിപ്പോൾ ഒരു 25 മിനിറ്റ് ഒരു കാര്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ആ ഫോക്കസിനാണല്ലോ അവിടെ വിലയുള്ളത്. സോ ഏത് സമയമാണോ ഉള്ളത്, കഴിഞ്ഞു പോയി, ഇനി അടുത്തതിൽ പിടിക്കാം എന്ന് വിചാരിക്കാതിരിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.